ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സത്യഭാമ ഡോറിൽ ഇങ്ങനെ ചെവി വെച്ച് നിൽക്കുമ്പോൾ മുത്തേ സ്വത്തേ എന്നുള്ള വിളികളൊക്കെയാണ് ശ്യാമയും അതുപോലെ രോഹിത്തും കൂടി കാണിക്കുന്നത് കേട്ടോ. എന്നാൽ റൂമിനുള്ളിലാണെങ്കിലോ ടോം ആൻഡ് ജെറി കളിയാണ്. അവർ മുത്തേ സ്വത്തേ എന്നുള്ള വിളികളൊക്കെയാണ് പറയുന്നതെങ്കിലും അവർ കണ്ണുകൊണ്ടും അതുപോലെ തന്നെ സ്വകാര്യമായും എന്താടാ മരപ്പൊട്ട മരക്കഴുത എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ ശ്യാമ വിളിച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ രോഹിത്ത് തിരിച്ച് അങ്ങോട്ടും വിളിക്കുന്നുണ്ട്. എന്നാൽ സത്യാമ്മയാണെങ്കിലോ അവൾക്കിട്ട് കൊടുക്കണം, ഇങ്ങനെ പോയാൽ ശരിയാവില്ല, അവൾ അവരുടെ റൂമിൽ എത്തി നോക്കുന്ന ഈ സ്വഭാവം അവളുടെ മാറ്റണം എന്നൊക്കെ ഇങ്ങനെ പങ്കജത്തെ കുറിഞ്ഞ് പറഞ്ഞിട്ടാണ് ആ റൂമിൽ നിന്ന് പോരുന്നത് കേട്ടോ. ഇതേ സമയം പങ്കജ ആണെങ്കിലോ ഹടിയുടെ ശബ്ദമൊന്നും കേട്ടില്ലല്ലോ, എന്തെങ്കിലും എന്നാ ആയോന്ന് അറിയാൻ കയറി നോക്കിയാലോ, അത് വേണ്ട, ഇവിടെ തന്നെ നിൽക്കാം, എന്തായാലും നോക്കാം നമുക്ക് എന്താണ് ഇനി സംഭവിക്കുന്നതെന്ന് എന്നിങ്ങനെ പറയുമ്പോഴാണ് സത്യഭാമ ഇറങ്ങി വരുന്നത് കേട്ടോ. അങ്ങനെ സത്യഭാമയുടെ മുഖം കാണുമ്പോൾ പങ്കജത്തിന് സമാധാനമാണ്. ഈശ്വരാ, ഞാൻ വിചാരിച്ചത് തന്നെ, അവിടെ അടി നടന്നിട്ടുണ്ട്, സത്യങ്ങളെല്ലാം അറിഞ്ഞു, ഇനി ക്ഷമയെ രോഹിത്ത് പുറത്തു പോകും, എന്തായാലും എൻ്റെ കാര്യത്തിനൊരു തീരുമാനമായി എന്നൊക്കെ ഇങ്ങനെ പങ്കജം മനസ്സിൽ കരുതി നിൽക്കണം. അങ്ങനെ സത്യഭാമ വന്നേക്ക് ഇങ്ങനെ പങ്കജത്തിന് ഇങ്ങനെ നോക്കണം കേട്ടോ. ഈ സമയം പങ്കജാണെങ്കിലോ എന്താ സത്യമ്മ കണ്ടോ അവരെ അടി കൂടുന്നത്, അവരുടെ അടി നേരിൽ കണ്ടൂലേ എന്ന് പറയുമ്പോൾ അങ്ങനെ തുറിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ ആ നോട്ടം കാണുമ്പോൾ പങ്കജം വീണ്ടും പറയാണ്, അവരുടെ കരണം നോക്കി ഒന്നും കൊടുക്കായിരുന്നില്ലേ, ഇനി മേലെ സത്യഭാമയെ എങ്ങനെ പറ്റിക്കരുത്, ആ ഷാലിനി കുഞ്ഞിനെയും വിഷ്ണു കുഞ്ഞിനെയൊക്കെ വഴക്ക് പറയായിരുന്നില്ലേ എന്ന് പറയുമ്പോഴേക്കും പങ്കജത്തിൻ്റെ കരണത്ത് അടി വീഴുന്നതേ അറിഞ്ഞുള്ളൂ കേട്ടോ. ഇനി മേലാൽ ഇത്രയും വൃത്തികെട്ട സ്വഭാവം ചെയ്യരുത്, ഫ്ലവർ കൂജ വെച്ചല്ല നിന്നെ എറിയേണ്ടത്, കല്ലും കഷ്ണം എടുത്ത് എറിയണം, അത്രയും വൃത്തികെട്ട പ്രവൃത്തിയാണ് നീ ചെയ്തിരിക്കുന്നത്. ഒരു ദമ്പതിമാരുടെ റൂമിലോട്ട് അങ്ങ് എത്തി നോക്കുന്ന നിൻ്റെ ഈ വൃത്തികെട്ട സ്വഭാവമുണ്ടല്ലോ, അപ്പോൾ ഇതല്ല ഇതിലപ്പുറവും കിട്ടുമെന്ന് പറഞ്ഞിട്ട് സത്യഭാമ അങ്ങ് പോയിട്ടോ. പിന്നീട് പങ്കജം, അയ്യോ എനിക്കെന്താ പറ്റിയത്, സത്യത്തിൽ ഞാനിത് കണ്ടത് സ്വപ്നമാണോ, അത് എനിക്ക് ഫ്ലവർ കൂജ എൻ്റെ തലയിൽ വീണതുകൊണ്ട് എൻ്റെ ബോധമല്ല പോയതാണോ എന്നുള്ള ചിന്തകളൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഈ സമയം മുത്തേ ഇനി നീ പുറത്ത് പോവോടാ എന്നിങ്ങനെ രോഹിത്തിനോട് ശ്യാമ ചോദിക്കുകയാണ്. അപ്പോഴുടൻ തന്നെ ഇല്ല, ഞാൻ നിന്നെ വിട്ട് പോവില്ല. എന്നാൽ അങ്ങനെയാണെങ്കിൽ ശരി, പക്ഷെ അതൊക്കെ പറയുന്നത് ദേഷ്യത്തോടു കൂടി മുഖഭാവം ഒക്കെ അങ്ങ് മാറ്റി പിടിച്ചിട്ടാണ് ശ്യാമയും രോഹിത്തും സംസാരിക്കുന്നത് കേട്ടോ. അപ്പോഴായിരിക്കും കഥകിൽ ആരോ തട്ടുന്നത്. ഇതും കൂടി ആകുമ്പോൾ മുത്തേ ഞാൻ പോവില്ലെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്ന് രോഹിത്ത് ഇങ്ങനെ ശ്യാമയോട് പറയുമ്പോൾ എന്നാൽ ശരി, ഇനി പോയാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം ശരിക്കറിയും എന്ന് ശ്യാമ തിരിച്ചും പറയാൻ കേട്ടോ. അപ്പോൾ വീണ്ടും തട്ടാണ്. അങ്ങനെ രോഹിത്ത് അയ്യോ എനിക്ക് വയ്യ, എൻ്റെ നടുവൊടിഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് പതുക്കെ നിലത്ത് നിന്ന് പതുക്കെ എണീക്കുകയാണ്. ഈ സമയം തലേണ കൊണ്ട് ക്ഷമയെ അങ്ങ് എറിയും. അപ്പോൾ ക്ഷമ അങ്ങ് എറിയാൻ ഒരുങ്ങുമ്പോഴേക്ക് രോഹിത്ത് പറയും, ആരോ കഥകിൽ തട്ടുന്നുണ്ട്, എറിച്ചിൽ നിർത്തി എന്ന് പറയാൻ കേട്ടോ. കൈകൊണ്ട് ആംഗ്യ ഭാഷയിലാണ് കാണിക്കുന്നത്. അങ്ങനെ കഥകങ്ങ് തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച ശാലിനിയായിരിക്കും. അങ്ങനെ ശാലിനി പെട്ടെന്ന് അകത്തോട്ട് കയറുകയാണ്. ഈ സമയം ഞാൻ അപ്രതീക്ഷിതമായാണ് ഈ വഴി വന്നത്, പക്ഷേ ആ സമയം പങ്കജത്തിൻ്റെ പരിങ്ങൽ കണ്ടപ്പോൾ നിങ്ങൾക്കിടയിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പിന്നീട് അവൾ ഓടുന്നതും കണ്ടു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, നിങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നം അറിഞ്ഞിട്ടാണ് അവൾ ഓടിയതെന്ന്, അതുകൊണ്ടാട്ടോ നിങ്ങളോട് ഞാൻ പറഞ്ഞത് എന്ന് പറയുമ്പോഴും ശാലിനിയെ നോക്കാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ. ശാലിനിയുടെ മുഖത്തോട്ട് നോക്കുക പോലും ചെയ്യാതെ മുഖം ഇങ്ങനെ വീർപ്പിച്ചിരിക്കുകയാണ്. ഈ സമയം ശാലിനി രോഹിത്തിനോട് പറയാം, രോഹിത്തെ നീ എൻ്റെ കൂടെ ഒന്ന് വരുമെന്ന് പറഞ്ഞ് പുറത്തോട്ട് വിളിച്ചു കൊണ്ടുപോകാണ് കേട്ടോ. എന്നിട്ട് രോഹിത്തിനോട് ചോദിക്കുകയാണ്, ഇപ്പോൾ നിങ്ങളുടെ പ്രശ്നം എന്താ, നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം, പുതിയ പ്രശ്നം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ശാലിനിയോട് പറയും, അല്ല സത്യാമ്മക്ക് മുന്നിൽ അവൾ അഭിനയിച്ചില്ലേ, അത് അഭിനയമായി നിങ്ങൾക്ക് തോന്നിയില്ലേ എന്ന് പറയുമ്പോൾ അത് അഭിനയമാണെന്ന് ഞങ്ങൾക്ക് തോന്നി, അല്ല വേറെ പ്രശ്നം എന്താ. അപ്പോൾ ഉടൻ തന്നെ രോഹിത്ത് പറയും, ഞാൻ പുറത്ത് കിടക്കാൻ പോകുന്നതാണ് അവളുടെ പ്രശ്നം, അപ്പോൾ എന്തിനാ രോഹിത്ത് പുറത്ത് നീ കിടക്കുന്നത്, നിനക്ക് അവിടെ തന്നെ കിടന്നാൽ പോരെ എന്ന് ശാലിനി ചോദിക്കുമ്പോൾ അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ദീപക്കിൻ്റെ കാര്യം പറയാൻ ഒരുങ്ങുമ്പോഴേക്കും അത് വേണ്ട, അവളെ വെറുതെ എന്തിനാ വിഷമിപ്പിക്കുന്നത്, അത് വേണ്ട, ക്ഷമയെ വിഷമിപ്പിക്കണ്ട, ശാലിനിയോടും വിഷ്ണുവിനോടും പറഞ്ഞു കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യലും സങ്കടപ്പെടലൊക്കെ ഉണ്ടാവും, അപ്പോൾ അത് ഒഴിവാക്കുകയാണ് നല്ലത്, ഇപ്പോൾ എൻ്റെ മനസ്സിൽ തന്നെ അതിരിക്കട്ടെ എന്ന് രോഹിത്ത് പറയാണ് കേട്ടോ. അങ്ങനെയൊക്കെ ക്ഷമ വിളിച്ചെങ്കിലും കൂടിയിട്ട് രോഹിത്ത് അത് മനസ്സിൽ ഇങ്ങനെ പറയാണ്. ഈ സമയം ഷാനി ചോദിക്കുമ്പോൾ എന്താ രോഹിത്ത് എന്നിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ, ഞാനൊന്നും മറച്ചു വെച്ചില്ല, പിന്നെ എന്താ നീ ആലോചിക്കുന്നത്, അല്ല സത്യത്തിൽ നിങ്ങൾ ഏത് ഇതിലാണ് പഠിച്ചത്, നിങ്ങൾ ഏത് സിലബസാണ് പഠിച്ചതെന്ന് പറയുമ്പോൾ ഞങ്ങൾ സാധാ സ്റ്റേറ്റ് സിലബസ് തന്നെ. ആണോ, അതെ എന്ന് പറയാണ്. ഞങ്ങൾ 3 പേരും ആ സിലബസ് തന്നെയാണ് പഠിച്ചത്. ആണോ, അപ്പോൾ ഇനിയിപ്പോൾ വിഷ്ണുവിൻ്റെയും രാജുവിൻ്റെയൊക്കെ കാര്യം കട്ടപ്പുക എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. കാരണം അത്രയും വലിയ വലിയ വാക്കുകളാണ് ക്ഷാമ വിളിച്ചിരിക്കുന്നത്. എന്നാൽ ഈ സമയം
ഇതെന്താ ഇങ്ങനെ ചോദിച്ചത്? അല്ല ഞാൻ വെറുതെ ചോദിച്ചതാണ്. അല്ല ശ്യാമോ കരാട്ടെ അങ്ങനെ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ആ ചെറിയ അഭ്യാസങ്ങളൊക്കെ കുറുപ്പ് സാർ അന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ പെമ്മക്കളല്ലേ, അപ്പം രക്ഷപ്പെടാൻ ആരെങ്കിലുമൊക്കെ ആക്രമിക്കാൻ വന്നാലും ചെറിയ അഭ്യാസങ്ങളൊക്കെ ഞങ്ങളെ 3 പേരെയും ശാരദാമ്മ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാം ട്ടോ. അപ്പം ഇതും കൂടി ആകുമ്പോൾ അയ്യോ ഇനി ഇവളോട് സൂക്ഷിച്ചും കണ്ടും പെരുമാറണം എന്ന ഭാവത്തിൽ അങ്ങ് എന്നാൽ ശരി ഞാൻ കിടക്കട്ടെ എന്ന് പറഞ്ഞ് രോഹിത് റൂമിലോട്ട് ചെല്ലണേ. എന്നാൽ ഈ സമയം ഷാമയാണെങ്കിലോ ഡോറിൻ്റെ സൈഡിൽ ഫ്ലവർ കൂജയും പിടിച്ച് നിൽക്കുകയാണ്. എനിക്ക് കൊടുത്തത് പോരാ, ഇനി 2 കൊടുക്കണം എന്ന് രോഹിത്തിന് എന്ന ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നിൽക്കുമ്പോഴാട്ടോ രോഹിത്തിൻ്റെ കടന്ന് വരൂ. അയ്യോ ഇവളെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ, എങ്ങോട്ടപ്പോൾ ഇവള് പോയത്, ഇവളെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ എന്നിങ്ങനെ രോഹിത്ത് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് പതുക്കെ റൂമിലോട്ട് കയറുമ്പോൾ ഇവിടെ കാണാനില്ലല്ലോ, എങ്ങോട്ട് പോയി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പേടിച്ചിട്ടാണ് വരുന്നത്. അപ്പോഴേക്കും ശ്യാമ ബാക്കിലൂടെ വന്നങ്ങ് രോഹിത്തിൻ്റെ തലക്കടിച്ചു കേട്ടോ. അതോടുകൂടി രോഹിത് അയ്യോ ബോധം കിട്ടങ്ങ് വീഴാണ്. പിന്നീട് ശ്യാമ നേരത്തെ 2 തരാൻ ബാക്കിയുണ്ടായിരുന്നു, അത് തന്നതാണ് എന്ന് പറയാൻ കേട്ടോ. എന്നാൽ ഈ സമയം സരളയാണ് കാണിക്കുന്നത്. അപ്പോഴാണ് സുസ്മിത കയറി വരുന്നത്. അങ്ങനെ അമ്മേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും സരള മതി, നിന്നോട് സംസാരിക്കാൻ ഞാനില്ല എന്ന് പറയണം. അപ്പോൾ ഉടൻ തന്നെ സുസ്മിത പറയും എല്ലാവർക്കും ഒരു അബദ്ധം പറ്റും. അബദ്ധമല്ലല്ലോ, എനിക്ക് എന്തൊക്കെ വഴക്ക് അവളോടുണ്ടെങ്കിലും അവളുടെ അടുത്ത് കയറി ചെല്ലാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം അവൾ എനിക്ക് തന്നിരുന്നു. കാരണം അവളുടെ അടുത്ത് ചെറിയൊരു തെറ്റുണ്ടെന്ന കുറ്റബോധം അവളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ എന്നെ അങ്ങോട്ട് കയറി ചെല്ലാൻ സമ്മതിച്ചിരുന്നു എന്ന് പറയാൻ കേട്ടോ. അതും കൂടി അല്ലടി നീ ഇല്ലാതാക്കിയതെന്ന് പറയുമ്പോൾ ചെറിയ തെറ്റുകളൊക്കെ എല്ലാവർക്കും പറ്റും. എന്തായാലും അമ്മേ എനിക്ക് അമ്മയോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. വേണ്ട നിൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് നീ കേൾക്കണ്ട, മതി നിർത്തിയേക്കെന്ന് പറഞ്ഞ് സരള പോകുമ്പോഴേക്കും സുസ്മിത കൈ പിടിച്ച് വലിക്കണം കേട്ടോ. എന്തായാലും എൻ്റെ അമ്മ ഇതൊന്ന് കേൾക്ക്, ഞാൻ പറയുന്നതെന്ന് കേൾക്ക്. എന്തായാലും ഇനി മതി, വിഷ്ണു, ശാലിനി, അതുപോലെ രോഹിത്, ശ്യാമ, സത്യാമ്മ എന്ന് പറഞ്ഞിട്ട് അവരുടെയൊക്കെ പിറകെ നടന്നത് മതി. എന്നും എല്ലാവരുടെയും വഴക്കും ഇതൊക്കെ പിടിച്ചിങ്ങനെ നടക്കുന്ന യാതൊരു വിധ അർത്ഥവും ഇല്ലല്ലോ. എന്താടി നീ പറയുന്നത്? നീ 6 കൊല്ലം ശിക്ഷ നിനക്ക് വിധിച്ചത് അവർ കാരണമല്ലേ? അതെൻ്റെ കയ്യിലിരിപ്പുകൊണ്ടാണ് അമ്മേ, അല്ലാതെ അവരെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന സരള ആകെ ഞെട്ടിപ്പോവാണ്. എന്താടി നീ പറയുന്നത്? ആ ഞാൻ പറഞ്ഞത് സത്യം തന്നെ. പിന്നെ എന്തിനാണ് ഈ സത്യഭാമയുടെ മകൻ വിഷ്ണു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിന്നാലെ എപ്പോഴും നടക്കുന്നത്? അവനൊന്ന് കെട്ടി അവനും അവളുമായി ജീവിതം തുടങ്ങി, പിന്നെയും ഞാൻ സത്യഭാമയുടെ മകൻ വിഷ്ണു എന്ന് പറഞ്ഞ് നടക്കുന്നത് ലോകത്ത് ആൺപിള്ളേരൊന്നും ഇല്ലാഞ്ഞിട്ടാണോ? എന്താടി നിനക്ക് വല്ല വട്ടായോ? അല്ല അമ്മേ ഞാൻ കാര്യം പറഞ്ഞതാ, നിനക്ക് വല്ല വട്ടായോ? നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അല്ല അമ്മേ മതി ഈ കൊല്ലലും കൊലപാതകവും, അതുപോലെ തന്നെ ഈ ഒരു വാശിയും ദേഷ്യവും വൈരാഗ്യമൊക്കെ ഇനി നിർത്തിയാൽ മതി. അപ്പം നിനക്കല്ലടി നഷ്ടം ഉണ്ടായിരിക്കുന്നത്. എന്ത് നഷ്ടവും അമ്മേ? ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് സുസ്മിത അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങി ചെല്ലാണ് കേട്ടോ. ഈ സമയം ഇവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് സരളക്ക് മനസ്സിലാവാണ്. അങ്ങനെ സുസ്മിത ഇങ്ങനെ സരള നോക്കണേ. അപ്പോൾ ഉടൻ തന്നെ അമ്മയുടെ ഈ പൊളിറ്റിക്കും അമ്മയുടെ ഈ തോക്കും അമ്മയുടെ ഉണ്ടക്കണ്ണും അമ്മയുടെ കടിച്ചാൽ പൊട്ടാത്ത ഡയലോഗുകൾ ആ വാക്കുകൾ ഇതൊക്കെ നിർത്തിയേക്കാം അമ്മേ. എന്താടി നീ പറഞ്ഞത്? അപ്പോഴും സരള ഞെട്ടിട്ടോ. ആ അമ്മേ അതൊന്നും വേണ്ട, ഒരു സാധാ മനുഷ്യനായി നമുക്ക് ജീവിക്കാം, എന്തിനാ ഇങ്ങനെയൊക്കെ കിടന്ന് കാട്ടിക്കൂട്ടുന്നത്? അമ്മയുടെ ചില നേരത്തെ കാട്ടിക്കൂട്ടുകൾ കണ്ട ചിരി വരാത്തവർക്ക് പോലും ചിരി വന്നു പോകും. അത്രയും പൊട്ടത്തരങ്ങളാണ് അമ്മ കാട്ടുന്നത്. എന്താടി നീ പറയുന്നത്? നീ പെട്ടെന്ന് ഡ്രസ്സ് മാറി നമുക്ക് പോവാം. എങ്ങോട്ടമ്മേ? അതെ നിന്നെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കേണ്ട അത്യാവശ്യമായിരിക്കുന്നു, നമുക്ക് പോവാം. ഞാനൊന്നുമില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് സുസ്മിത അങ്ങ് പൊട്ടിച്ചിരിക്കാൻ കേട്ടോ. ഇത് കാണുന്ന സരളയുടെ കിളി പോവാണ്. എന്താണ് ഇവൾക്ക് സംഭവിച്ചതെന്ന് അറിയാതെ സുസ്മിതയുടെ കാട്ടിക്കൂട്ടൽ കണ്ട് സരള ആകെ ഞെട്ടി നിൽക്കുകയാണ്. എടി നിനക്ക് എന്താ സംഭവിച്ചത്? ആ അമ്മേ എനിക്ക് ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എന്നും ഈ കൊല്ലലും കൊലപാതകവും പോരും വിളിയും ആയിട്ട് നടന്നാൽ പോരല്ലോ. കുറച്ച് കോടമഞ്ഞും കുറച്ച് കുളിരും തണുപ്പും ഒക്കെയായി നടന്നാൽ എന്താ നമ്മുടെ ജീവിതത്തിനും ആനന്ദം കിട്ടില്ലേ? അപ്പോൾ ഉടൻ തന്നെ എനിക്ക് മനസ്സിലായി നിൻ്റെ ലഡു എങ്ങോട്ടാണ് പൊട്ടുന്നതെന്ന്, അതുകൊണ്ട് ഇനി കൂടുതലായി പറയണ്ട. ഏതാടി വ്യക്തി എന്ന് സരള ചോദിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ സുസ്മിത പറഞ്ഞു ചിറക്കൽ ഗ്രൂപ്പ് എന്നൊക്കെ അമ്മ കേട്ടിട്ടുണ്ടോ? ആ ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ അവിടെയാണ് എന്താ അവിടുത്തെ മാനേജർ അങ്ങനെ ആരെങ്കിലും ആടി? അപ്പോൾ ഉടൻ തന്നെ മാനേജർ ഒന്നല്ല, ആ ഗ്രൂപ്പിൻ്റെ തലവനെയാണ് ഞാൻ കല്യാണം കഴിക്കുന്നത്. ആര്? 10-67 വയസ്സായ ആ മുതലാളിയോ? അപ്പോൾ ഉടൻ തന്നെ അല്ല അമ്മ, അയാളുടെ മകൻ, ഒരേ ഒരു മകൻ ജഗദീപ് കുമാർ, അയാളെയാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത്. നിനക്കെന്താടി തലക്ക് വല്ല വട്ടുമുണ്ടോ? അയാൾ നിന്നെയൊക്കെ കല്യാണം കഴിക്കോ? അപ്പോൾ ഉടൻ തന്നെ സുസ്മിത ആണമ്മേ, അയാളെ ഞാൻ നേരിൽ കണ്ടു. ഇന്നല്ല 2-3 ദിവസമായി അയാളെ ഞാൻ നേരിൽ കണ്ടു. എനിക്ക് അയാളെ ഇഷ്ടമായി, പക്ഷെ അയാൾക്ക് എന്നെ ഇഷ്ടമായെന്ന് അറിയില്ലാമേ. എന്താടി നീ പറയുന്നത്?
ഇങ്ങനെയല്ലല്ലോ ഒരു പെണ്ണായ വേണ്ടത്. ഒരു പെണ്ണായ ഇങ്ങനെയൊക്കെ നിന്ന് നാണത്തോടു കൂടി അയാളുടെ മുന്നിലോട്ട് ചെല്ലണ്ടേ? അതിന് അയാളുടെ മിനിറ്റുകൾക്ക് ലക്ഷങ്ങളാണ്. പിന്നെ ഞാൻ എങ്ങനെ അയാളുടെ മുന്നിലോട്ട് ചെല്ലും? എനിക്കെങ്ങനെ ചെല്ലാൻ പറ്റും? എന്താ അമ്മ ഈ പറയുന്നത്? പിന്നെ അയാൾ എന്നെ വഴക്ക് പറയുമെന്നും പറയാൻ പറ്റില്ലല്ലോ. അയാളുടെ ഉള്ളിൽ ഞാനുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അയാളുടെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഉടൻ തന്നെ സരള പറയും, നീ എങ്ങനെയെങ്കിലും അയാളുടെ മുന്നിൽ ഇടിച്ചു കയറണ്ടേ? അതിനൊന്നും പറ്റില്ല അമ്മേ. അയാൾ ഒരു മിനിറ്റിന് പോലും അയാൾക്ക് ലക്ഷങ്ങളുടെ വിലയാണ്, കോടികളുടെ വിലയാണ്. അങ്ങനെയുള്ള അയാളുടെ മനസ്സിലോട്ട് ഞാൻ എങ്ങനെ ഇടിച്ചു കയറും? എന്തായാലും എനിക്ക് അയാളെ ഇഷ്ടപ്പെട്ടു എന്നിങ്ങനെ സുസ്മിത പറയുമ്പോൾ സരള പറയാണ്, എടി ഫോൺ നമ്പർ ഉണ്ടെന്നല്ലേ നീ പറഞ്ഞത്, നീ ആ ഫോൺ നമ്പറിൽ അങ്ങ് വിളിച്ചു നോക്ക്. അതിന് നമ്മുടെ ഫോണൊക്കെ അയാൾ എടുക്കുമോ അമ്മേ? അത് നീ വിളിച്ചു നോക്ക്. അപ്പോൾ ഉടൻ തന്നെ സുസ്മിത പറയാണ്, ഇപ്പോൾ ഈ നേരത്തൊന്നും വിളിക്കാൻ പറ്റില്ല അമ്മേ, നല്ല തിരക്കായിരിക്കും, തിരക്കുള്ള മനുഷ്യനാണ്, ഇരിക്കാൻ പോലും സമയമില്ല, അത്രയും തിരക്കാണ് അയാൾക്ക് എന്നൊക്കെ ഇങ്ങനെ ജഗദീപ് കുമാറിനെ കുറിച്ച് സരളയോട് സുസ്മിത പറയാണ്. ഈ സമയം ജഗദീപ് കുമാർ ആണെങ്കിൽ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ വീട്ടിൽ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തൻ്റെ കൂട്ടുകാരൻ ചന്തുവിനെ വിളിക്കാണ്. എടാ ചന്തു, നീ ഒന്ന് ഇങ്ങോട്ടേക്ക് വന്നേ. അപ്പോൾ ഉടൻ തന്നെ ചന്തു വരാണ്. എന്താടാ? എടാ, ഞാനിവിടെ ഈ പുകയും തീയും ഒക്കെ കൊണ്ട് ഞാൻ ഈ ദോശ ചുടുന്നത് കണ്ടില്ലേ? എനിക്ക് മാത്രമൊന്നുമല്ലല്ലോ, നിനക്കും കൂടിയിട്ടല്ലേ ഞാൻ ഈ ദോശ ചുടുന്നത്, അതെന്താ നീ മനസ്സിലാക്കാത്തത് എന്നുള്ള വാക്കുകളാണ് കേട്ടോ. അപ്പോൾ ഇത് പറഞ്ഞ ഉടൻ തന്നെ ചന്തു പറയും, എടാ, ഈ തീയും പുകയൊക്കെ കൊണ്ട് ആരാണ് കാരണക്കാരൻ? ആരാണ് ഈ അവസ്ഥ നിന്നെ എത്തിച്ചത്? അപ്പോൾ ഉടൻ തന്നെ ജഗദീപ് കുമാറിന് വാക്കുകളില്ല കേട്ടോ. ഞാൻ എങ്ങനെ കഴിഞ്ഞിരുന്നാണ് നിനക്കറിയില്ലേ? എനിക്ക് ഇഷ്ടം പോലെ ഇട്ടുമൂടാനുള്ള സ്വത്തുക്കളുണ്ടായിരുന്നു. എന്നാൽ നീ അതിൽ കൊണ്ടുപോയിട്ട് കഞ്ചാവ് വെച്ചതുകൊണ്ടല്ലേ അത് പോലീസുകാർ പിടിക്കപ്പെടുകയും അത് കത്തിച്ച് കളയുകയും പിന്നീട് ഞാൻ എൻ്റെ വീടും പറമ്പൊക്കെ നഷ്ടപ്പെട്ട് ഇന്ന് ഈ അവസ്ഥയിലെത്താൻ ആരാണ് കാരണക്കാരൻ? നീയല്ലേ? അപ്പം അതുകൊണ്ട് നീ തന്നെ ഇനി കാര്യങ്ങൾ മുന്നോട്ട് നോക്കിയാൽ മതി. എനിക്കെൻ്റെ പലിശയും മുതലൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നീ ഇതുപോലെ തീയും പുകയൊക്കെ കൊണ്ട് എൻ്റെ ഡ്രസ്സും എനിക്കുള്ള ഭക്ഷണവും ഒക്കെ ഉണ്ടാക്കി തരില്ല, നിൻ്റെ ഉത്തരവാദിത്തം തന്നെ എന്ന് ജഗദീപ് കുമാറിനോട് പറഞ്ഞ് ചന്തു അങ്ങ് പോയിട്ടോ. അപ്പോഴായിരിക്കും ജഗദീപ് കുമാറിൻ്റെ ഫോൺ അടിക്കുന്നത്. അപ്പോൾ ഹലോ എന്ന് പറഞ്ഞ് സരള അങ്ങനെ സംസാരിക്കുക. അപ്പോൾ സുസ്മിത ലൗഡിലിടുന്നങ്ങ് പറയുന്നുണ്ട്. അങ്ങനെ സുസ്മിത ലൗഡിലിടുന്ന് പറയുമ്പോൾ സരള ഇട്ട് കൊടുക്കുകയാണ്. ഈ സമയം ജഗദീപ് കുമാർ, ആരാ, എന്താ വേണ്ടത്? ഹലോ, ഇത് ഞാനാണ്, ഏതാ സെറ്റപ്പ് എന്ന് ചോദിക്കുമ്പോൾ ആകെ ഞെട്ടാണ് കേട്ടോ സരള. ആ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്.